നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ മുന്നണികളും പാർട്ടികളും തകൃതിയായി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് അതിജീവന പോരാട്ടം കൂടിയായ വരുന്ന തെരഞ്ഞെടുപ്പിൽ പരമാവധി മണ്ഡലങ്ങളിൽ വിജയിച്ചു വരാനുള്ള വഴികളാണ് നോക്കുന്നത്. കാലാകാലങ്ങളായി സ്ഥിരമായി ചില നേതാക്കൾ കൈവശം വെച്ചിരിക്കുന്ന സീറ്റുകളിലേക്ക് പോലും പുതിയ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ നിയോജക മണ്ഡലം കാലങ്ങളോളം കോൺഗ്രസിനൊപ്പം നിലകൊണ്ട മണ്ഡലമാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ തത്തമംഗലം നഗരസഭയും ചിറ്റൂർ താലൂക്കിലെ എരുന്തേമ്പത്തി, കൊഴിഞ്ഞാമ്പാറ, നല്ലേപ്പിള്ളി, പട്ടഞ്ചേരി, പെരുമാട്ടി, വടകരപ്പതി എന്നീ ഗ്രാമപഞ്ചായത്തുകളും പാലക്കാട് താലൂക്കിലെ പെരുവെമ്പ്, പൊൽപ്പുള്ളി എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് ചിറ്റൂർ. ജനതാദളിലെ സെക്യുലർ കെ കൃഷ്ണൻകുട്ടിയാണ് ഈ മണ്ഡലത്തിന്റെ ഇപ്പോഴത്തെ MLA. CPIയുടെ P ബാലചന്ദ്ര മേനോനാണ് ആദ്യമായി MLA ആയത്. തുടർന്ന് കോൺഗ്രസും സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയും ജനതാദളും മണ്ഡലത്തിൽ വിജയിച്ചിട്ടുണ്ട്. പിന്നീട് 1996 മുതൽ 2016 വരെ കോൺഗ്രസിന്റെ K അച്യുതനായിരുന്നു മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. ഈ ആധിപത്യം തകർത്താണ് JDS നേതാവ് K കൃഷ്ണൻകുട്ടി മണ്ഡലം പിടിച്ചെടുത്തത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കുമോ എന്നതാണ് കേരളം ശ്രദ്ധയോടെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസിൽ നിന്നും മുൻ MLA K അച്യുതന്റെ മകൻ സുമേഷ് അച്യുതനായിരുന്നു K കൃഷ്ണൻകുട്ടിയോട് ഏറ്റുമുട്ടിയിരുന്നത്. KPCC OBC വിഭാഗം ചെയർമാനായിരുന്നു അന്ന് അദ്ദേഹം. കോൺഗ്രസിനും ജനതാദളിനും സ്വാധീനമുള്ള മേഖലയാണ് ചിറ്റൂർ. K അച്യുതന്റെ വ്യക്തിബന്ധങ്ങളും കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളും തെരഞ്ഞെടുപ്പിൽ തുണയ്ക്കുമെന്നായിരുന്നു സുമേഷിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഫലം വന്നപ്പോൾ അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. 33,878 വോട്ടുകളായിരുന്നു K കൃഷ്ണൻകുട്ടിയുടെ ഭൂരിപക്ഷം. സുമേഷ് അച്യുതനെ തന്നെ വീണ്ടും മത്സരിപ്പിച്ചാൽ നേട്ടമുണ്ടാകില്ലെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ മറ്റൊരു പുതുമുഖത്തെ പരീക്ഷിക്കുവാൻ ഒരുങ്ങുകയാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. പരിഗണിക്കുവാൻ ഒരുങ്ങുന്നത് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തന്നെ അമരക്കാരനായ A തങ്കപ്പനെയാണ്. നിലവിൽ DCC പ്രസിഡന്റായ അദ്ദേഹം KC വേണുഗോപാൽ പക്ഷം നേതാവാണ്. നിലവിൽ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് KC വേണുഗോപാൽ ആയതുകൊണ്ട് തന്നെ തങ്കപ്പന്റെ ആഗ്രഹം തന്നെ നിറവേറ്റുവാനാണ് സാധ്യത. ജില്ലയിൽ മുൻപ് AI ഗ്രൂപ്പുകൾ മാത്രമായിരുന്നു സജീവമായിരുന്നതെങ്കിൽ നിലവിലെ അവസ്ഥ അതല്ല. AI ഗ്രൂപ്പുകൾക്ക് പുറമെ KC വേണുഗോപാൽ പക്ഷവും ജില്ലയിൽ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ചിറ്റൂർ സീറ്റിൽ KCയുടെ പക്ഷത്തുള്ള തങ്കപ്പൻ തന്നെ സ്ഥാനാർത്ഥിയായി കടന്നുവരാനുള്ള സാധ്യതയാണ് കൂടുതൽ. അങ്ങനെ വരുമ്പോൾ സുമേഷ് അച്യുതനെ DCC പ്രസിഡന്റായി പരിഗണിക്കുമെന്നും അറിയുന്നു. അങ്ങനെ ഒരു തീരുമാനം വന്നാൽ അതിനോട് അദ്ദേഹം അനുകൂലമായാകും പ്രതികരിക്കുകയെന്ന് ചില കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് തന്നെ പ്രവർത്തനം കുറവായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിൽ ഒന്നാണ് പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ BJPയുടെ കൊലവിളി പ്രസംഗം നടന്നിട്ടും നാളിതുവരെ യാതൊരു പ്രതിഷേധവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയിട്ടില്ല. ഇതിലടക്കം വ്യാപക വിമർശനം നിലനിൽക്കുമ്പോഴാണ് DCC അധ്യക്ഷ സ്ഥാനത്ത് മാറ്റമുണ്ടാകുവാനുള്ള സാധ്യതയും പല നേതാക്കളും പങ്കുവയ്ക്കുന്നത്. A തങ്കപ്പന് ചിറ്റൂർ മണ്ഡലത്തിലുള്ള വ്യക്തിബന്ധങ്ങളും കോൺഗ്രസിനുള്ള അടിത്തറയും ഉപയോഗപ്പെടുത്തിയാൽ വിജയം സുനിശ്ചിതമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നു. ഏറെക്കുറെ മണ്ഡലത്തിൽ അദ്ദേഹം സജീവവുമാണ്. മുൻ MLAയുടെ മകനും DCC വൈസ് പ്രസിഡന്റുമായ സുമേഷ് അച്യുതനും സമരങ്ങളുമായി ചിറ്റൂരിൽ തന്നെ സജീവമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ K കൃഷ്ണൻകുട്ടിക്കെതിരെ സുമേഷ് അച്യുതന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് വരെ നടന്നിരുന്നു. ഇനി ഇടതുപക്ഷത്തേക്ക് വന്നാൽ നിലവിൽ മന്ത്രി കൂടിയായ K കൃഷ്ണൻകുട്ടിയുടെ തീരുമാനത്തിന് അനുസൃതമായാകും സ്ഥാനാർത്ഥി ഉണ്ടാവുക. ദേശീയ തലത്തിൽ BJPക്കൊപ്പം നിൽക്കുന്ന JDS സംസ്ഥാനത്ത് പുതിയ പാർട്ടി ഉണ്ടാക്കിയാകും മത്സരിക്കുക. എന്നാൽ CPM അതിനോട് യോജിപ്പില്ല. മണ്ഡലത്തിൽ സമരങ്ങളും മറ്റുമൊക്കെയായി കോൺഗ്രസ് വളരെയധികം സജീവമാണ്. അതുകൊണ്ട് തന്നെ മണ്ഡലം തിരിച്ചെടുത്ത് CPM മത്സരിക്കണമെന്ന വികാരമാണ് പ്രാദേശിക പാർട്ടി നേതൃത്വത്തിനുള്ളത്. CPM ജില്ലാ കമ്മിറ്റിക്കും സമാന അഭിപ്രായമാണെന്ന് അറിയുന്നു. ഘടകകക്ഷികളുടെ മണ്ഡലത്തിൽ CPM നോട്ടമിടുന്നത് വിജയവും അതിനെ തുടർന്നുള്ള മൂന്നാം പിണറായി ഭരണവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. അതേസമയം ഘടകകക്ഷികൾ CPMന്റെ ഈ തീരുമാനത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള സാധ്യതകൾ നന്നേ കുറവാണ്. ഒരു മുന്നണിക്കും കടന്നു കയറുവാൻ അത്ര കണ്ട് പണിയുള്ള മണ്ഡലമല്ല. ആത്മാർത്ഥമായി നിലകൊള്ളുന്നവരെ നെഞ്ചിലേറ്റുന്ന ചിറ്റൂരിൽ 2026 ആര് വീഴുമെന്നും ആര് വാഴുമെന്നും കാത്തിരുന്ന് കാണേണ്ടതാണ്.